आप्यायन्तु ममाङ्गानि वाक्प्राणश्चक्षुः श्रोत्रमथो बलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्मोपनिषदं माहं ब्रह्म निराकुर्याम् मा ब्रह्म निराकरोद निराकरणमस्त्वनिराकरणं मेस्तु तदात्मनि निरतेय उपनिषत्सु धर्माः ते मयि सन्तु ॐ शान्ति शान्ति शान्तिः। न तत्र चक्षुर्गच्छति न वाग्गच्छति नो मनो न विद्मो न विजानीमो यथैतदनुशिष्यात् अन्यदेव तद्विदिदात् अथो अविदिदात् अधे इति शुश्रुमपूर्वेषां येनस्तद्व्याचचक्षिरे। വിശദമായി നമ്മൾ ചിന്തിച്ചു ഇതിൻ്റെ അർത്ഥം. ശിഷ്യൻ ജിജ്ഞാസു അറിയാൻ ഇച്ഛിച്ചത് തൻ്റെ സ്വരൂപമാണ്. ആരുടെ ഇച്ഛയാൽ കരണങ്ങളെല്ലാം പ്രവർത്തിക്കുന്നു. അവിടെ കരണങ്ങൾക്കും കരണമായ സ്വരൂപത്തെ ഉപദേശിച്ചു. ആചാര്യൻ ചേർത്തു പറഞ്ഞു, അതറിഞ്ഞാൽ ഈ കാണാകുന്ന ദൃശ്യപ്രപഞ്ചത്തോടുള്ള താദാത്മ്യത്തിനുപരിയെത്തി അമൃതനായിത്തീരുന്നു. അമൃതത്വമാകുന്ന മോക്ഷമാകുന്ന പരിപൂർണ സ്വാതന്ത്ര്യമാകുന്ന ഫലത്തെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും അതറിയാൻ ഇച്ഛയായി. ഇച്ഛയിൽ നിന്ന് പ്രവൃത്തി ഉണ്ടായി. അപ്പോഴാണ് പറയുന്നത് അവിടെ ജ്ഞാനേന്ദ്രിയങ്ങളോ കർമ്മേന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ പ്രവർത്തിക്കില്ല എന്ന് മാത്രമല്ല, തനിക്കൊട്ട് ഉപദേശിക്കാനും അറിയില്ല. അത്യുത്തമ കോടിയിൽപ്പെട്ട അധികാരി മാത്രമേ ഇനി ആ ഗുരുവിൻ്റെ അടുത്ത് ഇരിക്കൂ, ബാക്കി എല്ലാവരും പോയിട്ടുണ്ടാവും. അപ്പോഴാണ് ഉപദേശിക്കുന്നത് അറിയപ്പെട്ടതിൽ നിന്ന് അത് അന്യമാണ്, അറിയപ്പെടാത്തതിന് ഉപരിയാണ്. ഇപ്രകാരം പൂർവികന്മാരായ ആചാര്യന്മാർ തത്വദർശികൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഷ്യം നോക്കാം. ന തത്ര ചക്ഷുർഗച്ഛതി ഇത്യുക്തേപി പര്യനുയോഗേ ഹേതുഃ അപ്രതിപത്തേഃ ശ്രോത്രസ്യ ശ്രോത്രം ഇത്യേവമാദിനാ ഉക്തേ അപി ആത്മതത്വേ അപ്രതിപന്നത്വാദ് സൂക്ഷ്മഹേതോഃ വസ്തുനഃ സൂക്ഷ്മത്വഹേതോഃ വസ്തുനഃ പുനഃ പുനഃ പര്യനുയുയുക്ഷാകാരണം ആഹ ന തത്ര ചക്ഷുർഗച്ഛതി ഇതി. തത്ര ശ്രോത്രാദ്യാത്മഭൂതേ ചക്ഷുരാദീനി വാക്ചക്ഷുഷോഃ സർവേന്ദ്രിയോപലക്ഷണാർത്ഥത്വാദ് ന വിജ്ഞാനം ഉത്പാദയന്തി. സുഖാദിവത്തർഹി ഗൃഹ്യേത അന്തഃകരണേന അത ആഹ നോ മനഃ ന സുഖാദിവത് മനസഃ വിഷയഃ തത് ഇന്ദ്രിയ അവിഷയത്വാത് ന വിദ്മഃ ന വിജാനീമഃ അന്തഃകരണേന യഥാ ഏതദ് ബ്രഹ്മ മന ആദികരണജാതം അനുശിഷ്യാത് അനുശാസനം കുര്യാത് പ്രവൃത്തി നിമിത്തം ഭവേത് തഥാ വിഷയത്വാത് ന വിദ്മഃ ന വിജാനീമഃ.
അഥവാ ശ്രോത്രാദീനാം ശ്രോത്രാദിലക്ഷണം ബ്രഹ്മ വിശേഷേണ ദർശയേത്യുക്തേ ദർശയ ഇത്യുക്തേ ആചാര്യ ആഹ ന ശക്യതേ ദർശയിതും കസ്മാത് ന തത്ര ചക്ഷുർഗച്ഛതി ഇത്യാദി പൂർവവത് സർവം അത്ര തു വിശേഷഃ യഥാ ഏതദനുശിഷ്യാദിതി യഥാ ഏതദനുശിഷ്യാത് പ്രതിപാദയേത് അന്യോപി ശിഷ്യാൻ ഇതി ഇതഃ അന്യേന വിധിന ഇത്യഭിപ്രായഃ സർവഥാപി ബ്രഹ്മ ബോധയ ഇത്യുക്തേ ആചാര്യ ആഹ അന്യദേവ തദ്വിദിതാത് അഥോ അവിദിതാത് അധി ഇത്യാഗമം വിദിതാവിദിതാഭ്യാം അന്യത്വം യോ ഹി ജ്ഞാത സ ഏവ സഹ സർവാത്മകത്വാത് അതഃ സർവാത്മനഃ ജ്ഞാതുഃ ജ്ഞാത്രന്തരാഭാവാത് വിദിതാത് അന്യത്വം സ വേത്തി വേദ്യം ന ച തസ്യാസ്തി വേത്ത ഇതി ച മന്ത്രവർണ്ണാത് വിജ്ഞാതാരമരേകേന വിജാനീയാത് ഇതി ച വാചസനയ്യകേ അപ്പി ച വ്യക്തമേവ വിദിതം തസ്മാത് അന്യത് ഇതി അഭിപ്രായഃ യത് വിദിതം വ്യക്തം തത് അന്യവിഷയത്വാത് അല്പം സവിരോധം തതഃ അനിത്യം അതഃ ഏവ അനേകത്വാത് അശുദ്ധം അതഃ ഏവ തദ് വിലക്ഷണം ബ്രഹ്മ ഇതി സിദ്ധം. ന തത്ര ചക്ഷുർഗച്ഛതി ഇത്യുക്തേപി പര്യനുയോഗേ ഹേതുഃ അപ്രതിപത്തേഃ ശ്രോത്രസ്യ ശ്രോത്രം ഇത്യേവമാദിന ഉക്തേ അപി ആത്മതത്വേ അപ്രതിപന്നത്വാത് സൂക്ഷ്മത്വഹേതോഃ വസ്തുനഃ പുനഃ പുനഃ പര്യനുയുയുക്ഷാകാരണം ആഹ ന തത്ര ചക്ഷുർഗച്ഛതി ഇതി തത്ര ശ്രോത്രാദ്യാത്മഭൂതേ ചക്ഷുരാദീനി വാക്ചക്ഷുഷോഃ സർവേന്ദ്രിയ ഉപലക്ഷണാർത്ഥത്വാത് ന വിജ്ഞാനം ഉത്പാദയന്തി സുഖാദിവത് തർഹി ഗൃഹ്യേത അന്തഃകരണേന അത ആഹ നോ മനഃ ന സുഖാദിവത് മനസഃ വിഷയഃ തത് ഇന്ദ്രിയ അവിഷയത്വാത്. അപ്പം ഇവിടെ നേരത്തെ ആരംഭത്തിലേ പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. വാക്യഭാഷ്യം പദങ്ങളുടെ ഓരോന്നിൻ്റെയും അർത്ഥം പറഞ്ഞുകൊണ്ടുള്ള ഭാഷ്യമല്ല, മറിച്ച് മൊത്തം വാക്യ നിരൂപണമാണ് ചെയ്യുന്നത് വാക്യഭാഷ്യം. മറ്റത് പദഭാഷ്യമാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഓരോ പദങ്ങളുടെ അർത്ഥം നമ്മൾ മനസ്സിൽ വെക്കണം. അത് പദഭാഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ പദഭാഷ്യം പഠിക്കാത്തവരുണ്ടെങ്കിൽ പോലും പ്രശ്നമല്ല, കാരണം നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാക്യഭാഷ്യം പഠിക്കുമ്പോൾ അത് ഓർമ്മിക്കണം. കാരണം ഇതിൽ ഓരോ പദവും പ്രത്യേക അടർത്തി എടുത്ത് പറയുന്നില്ല, താത്പര്യമേ പറയുന്നുള്ളൂ. ന തത്ര ചക്ഷുർഗച്ഛതി ഇത്യുക്തേ അപി, ന തത്ര ചക്ഷുർഗച്ഛതി എന്ന് പറഞ്ഞെങ്കിലും
ഇതാണ് വ്യത്യാസം. മറ്റിടത്ത് ന തത്ര ചക്ഷുർ ഗച്ഛതി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്, ന വാഗ് ഗച്ഛതി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇവിടെ അതൊക്കെ പഠിച്ച ഒരാളോടാണ് പറയണത്. ന തത്ര ചക്ഷുർ ഗച്ഛതി എന്ന് പറഞ്ഞെങ്കിലും, അവിടെ കണ്ണ് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും, അപ്രതിപത്തേഹേ, പ്രതിപത്തി ഉണ്ടാവാത്തത് കൊണ്ട്, മനസ്സിലാവാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മനസ്സിലാവാത്തതാകുന്നു എന്ത്, പര്യനുയോഗേ ഹേതുഹു, വീണ്ടും അതേ വിഷയം തുടരുന്നതിന് ഹേതു. ഇപ്പം നതത്ര ചക്ഷുർ ഗച്ഛതി എന്ന് പറഞ്ഞിട്ട് നവാഗ് ഗച്ഛതി നോ മനോ അങ്ങനെ പറയണ്ടല്ലോ. അപ്പോൾ എന്തിനാത്, ഇത് പറഞ്ഞുകൊണ്ട് മാത്രം ബോധിക്കാൻ ശിഷ്യന് കഴിയുന്നില്ല. അതുകൊണ്ട് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, ന തത്ര ചക്ഷുർ ഗച്ഛതി എന്ന് പറഞ്ഞാൽ അവിടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അതുകൊണ്ട് തന്നെ മനസ്സ് പ്രവർത്തിക്കുന്നില്ല എന്ന് അർത്ഥമാകുന്നുണ്ട്. പക്ഷേ എങ്കിലും അത് ശിഷ്യനത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് പറയുന്നു. ശ്രോത്രസ്യ ശ്രോത്രം ഇത്യേവമാദീന ഉക്തേ അപി, ചെവിയുടെ ചെവി എന്നിത്യാദി കൊണ്ട് പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും ആത്മതത്വേ അപ്രതിപന്നത്വാത്, ആത്മതത്വത്തിൽ പ്രതിപത്തി ഉണ്ടാകാത്തതുകൊണ്ട്, ശ്രോത്രസ്യ ശ്രോത്രം എന്ന് പറഞ്ഞാൽ തന്നെ ഉപദേശിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒറ്റ മന്ത്രം മതി, വേറൊരു മന്ത്രത്തിൻ്റെ ആവശ്യമില്ല. തത്വജ്ഞാനത്തിന് കേനോപനിഷത്തിൻ്റെ 2ാം മന്ത്രം മാത്രം മതി. ശ്രോത്രസ്യ ശ്രോത്രം മനസ്സോ മനോയത് വാചോഹ വാചം സൗ പ്രാണസ്യ പ്രാണഃ ചക്ഷുഷ ചക്ഷു അതിമുച്യ ധീരാഹ പ്രത്യാസ്മാൻ ലോകാത് അമൃതാ ഭവന്തി എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് മുഴുവനായി. ഇനി ഒരൊറ്റ ഉപനിഷത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവിടെ വിചാരം മുതൽക്ക് അമൃതത്വപ്രാപ്തി വരെയുള്ള എല്ലാ ഘട്ടങ്ങളും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയണ്ടായോ? ഉണ്ടല്ലോ. കാരണം ശ്രോത്രസ്യ ശ്രോത്രം മനസ്സോ മനഃ വാചോഹ വാക്ക് പ്രാണസ്യ പ്രാണഃ ചക്ഷുഷ ചക്ഷുഹു എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് നമ്മൾ സാമാന്യമായി ഇപ്പോൾ പറയുന്ന ശരീര ഇന്ദ്രിയ പ്രാണ മനോ ബുദ്ധികളെ മുഴുവൻ നമ്മൾ അതിക്രമിക്കുന്നുണ്ട്. ഇതല്ലെന്നും ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നവനാണെന്നും ബോധിക്കുന്നുണ്ട്. അത്രയും കഴിഞ്ഞാൽ അതിമുച്യ എന്ന് പറഞ്ഞു. അപ്പം അതിക്രമിച്ചിട്ടെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അറിയണമെങ്കിൽ എന്ത് വേണം? ശ്രവണ മനന നിധിധ്യാസങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. ശ്രവണത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിലോ ശ്രവണത്തിനുള്ള അധികാരം എങ്ങനെ കൈവരുമെന്ന് ചിന്തിക്കണം. അപ്പം നമ്മൾ കർമ്മങ്ങളെ, ഉപാസനകളെ, ഗുരുവെ തേടിയുള്ള അന്വേഷണത്തെ, അങ്ങനെ ഗുരുനാഥനെ പ്രാപിക്കുന്നതിന് എന്ന് വെച്ചാൽ ശാസ്ത്ര വിഷയം മുഴുവൻ വരുമല്ലോ അതിമുച്യ എന്നുള്ളൊരു വാക്കിൽ. പോരാ, ധീരാഹോ, ധീര എന്ന് പറയുമ്പോഴത്തേക്ക് ധീരതാ സമ്പാദനം എങ്ങനെയാണ്, അവിടെ യോഗാനുഷ്ഠാനങ്ങൾ, സാധനാക്രമങ്ങൾ എല്ലാം വരും. യമ നിയമാസനാദികൾ, ശ്രവണ മനന നിധിധ്യാസനാദികൾ, നിഷ്കാമ കർമ്മയോഗാദികൾ എന്ന് വേണ്ട വ്യക്തി സംസ്കരണത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിൽ വരും. എവിടെ? ധീരഹ എന്ന് പറയുമ്പോഴത്തേക്ക്. പിന്നെ പ്രേത്യാസ്മാൽ ലോക എന്ന് പറയുമ്പോഴത്തേക്ക് ദൃശ്യപ്രപഞ്ചത്തിനെ അതിക്രമിക്കുന്നത് പറയുമ്പോഴത്തേക്ക് അതിസൂക്ഷ്മ വിചാരവും അതിലൂടെ നിധിധ്യാസനത്തിലൂടെ എത്തിച്ചേരുന്ന സമാഹിത പ്രജ്ഞയും വരും. അമൃതാഭവന്തി എന്ന് പറയുമ്പോഴത്തേക്ക് ലക്ഷ്യമായി. ഇനി ഒന്നും പറയാനില്ല, ഈ ഒറ്റ മന്ത്രം മതി. ആ ഒരു മന്ത്രത്തെ നമുക്ക് 10 കൊല്ലം മനുഷ്യ വിചാരം ചെയ്യാം ഇരുന്നിട്ട്, തീരില്ല. അപ്പോഴും തുടങ്ങിയിട്ട് തന്നെ ഉണ്ടാവും, ഇല്ലേ? കാരണം പറച്ചിലെപ്പോഴും തുടങ്ങിയിട്ട് തന്നെയാണ്. അറിഞ്ഞോര് പോവും, അത്രയേ ഉള്ളൂ. അജ്ഞാനികൾ ചർച്ച തുടരും. കാരണം മന്ത്രാണാം ന ജാമിതാസ്തി, മന്ത്രങ്ങൾക്ക് ലജ്ജയില്ല. പറഞ്ഞാ പറയുക. അതാണ് ഗുരുനാഥന്മാരുടെ ഒരു ഗുണവും ദോഷവും. എന്ത് പറഞ്ഞന്നെ പറയും. അപ്പോഴാണ് ശിഷ്യൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് നാണല്ലേ? നിങ്ങൾ ഇതന്നെയല്ലേ ഇന്നലെ പറഞ്ഞത്? ഇതന്നെയല്ലേ മിഞ്ഞാന്ന് പറഞ്ഞത്? ഇതന്നെയല്ലേ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്? ഇതന്നെയല്ലേ കഴിഞ്ഞ കൊല്ലം പറഞ്ഞത്? പറഞ്ഞെന്നെ പറഞ്ഞോണ്ടിരിക്കാൻ നിങ്ങൾക്കൊരു നാണല്ലേ? എടാ, നിനക്ക് ഇരിക്കാൻ നാണല്ലേ?
നീ ഇരിക്കണോണ്ടാണ് ഞാൻ പറയണത്. നീ ഇരിക്കണോണ്ടാണ് ഞാൻ പറയണത്. അത് ചിന്തിക്കാം. ഒരു 10 കൊല്ലം മുമ്പ്, 10 ഇല്ല, ഒരു 7-8 കൊല്ലം മുമ്പ് ഒരു ഗ്രാമത്തിൽ പോയി. അപ്പോൾ ആ ഗ്രാമത്തിൽ പോയപ്പോൾ ഒരു ചിന്ത, കൊച്ചു കുട്ടിയാവാൻ പഠിച്ച സ്കൂളൊന്ന് കാണാം. പോയി അവിടെ പോയി നോക്കിയപ്പോൾ ക്ലാസ് സ്കൂൾ അവിടെ തന്നെ ഉണ്ട്. എന്തൊരു അത്ഭുതം അത്. ഞാൻ വിചാരിച്ചു ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ അത് പൊളിച്ചു എന്നാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ പഠിച്ചു കഴിഞ്ഞതോടുകൂടി അത് അപ്രസക്തമായി, അത് പൊളിഞ്ഞു പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആ സ്കൂളും ആ ക്ലാസ്സും ഒക്കെ അവിടെ ഉണ്ട്. മനസ്സിലായില്ല പറഞ്ഞ? അത് തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും 1-ാം ക്ലാസ്സിലെ കുട്ടികൾ അങ്ങനെ തന്നെയാണ് പഠിക്കണത്. ആ രീ വാ ൾ എന്നൊക്കെ എഴുതി അങ്ങനെ പഠിക്കുകയാണ്. അതെ, അകാരത്തിൽ ആരംഭിച്ചിട്ട്. അതെ, പറ പറ പന എന്നൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതെന്തത്? എന്താ ലോകം വലുതാവാത്ത? പറഞ്ഞർത്ഥം മനസ്സിലായില്ല. അതാണ് ഞാൻ മന്ത്രാണം ജാമിദാസ്തി. മന്ത്രങ്ങൾക്ക് ലജ്ജയില്ല, അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, കേനോപനിഷത്തിലെ 2ാമത്തെ മന്ത്രം നമ്മൾ 10 കൊല്ലം ഇരുന്ന് വിചാരം ചെയ്താലും തീരില്ല, ഉറപ്പ്. അതിമുച്ഛ്യ എന്നുള്ളതിന് മാത്രം എവിടെ ചർച്ച തീരുക? സകല ശാസ്ത്രങ്ങളും കൊണ്ടുവരേണ്ട അതിലേക്ക്. അവിടെ സംശയം വരും, മറുപടി വരും, പൂർവപക്ഷം വരും, സിദ്ധാന്തം വരും, അങ്ങനെ തുടരും ചർച്ച. അപ്പം അതാ പറയണത്, ഈ ശ്രോത്രസ്യ ശ്രോത്രം എന്നുള്ളത് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി പുതുതായിട്ടൊന്നും പറയാനില്ല. അപ്പി എങ്കിലും ആത്മതത്വേ അപ്രതിപന്നത്വാത്, ആത്മതത്വത്തിൽ പ്രതിപത്തി ഉണ്ടാകാത്തത് കൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതിപത്തി ഉണ്ടാവാഞ്ഞത്? വസ്തുനഃ സൂക്ഷ്മത്വ ഹേതോഹോ, വസ്തുവിൻ്റെ സൂക്ഷ്മത്വം കാരണമായിട്ട്. അതിസൂക്ഷ്മമാണ് തത്വം എന്നുള്ളത് കൊണ്ട് നമ്മുടെ ബുദ്ധി പ്രായേണ സ്ഥൂല വിഷയങ്ങളുടെ പിന്നാലെ അലയുന്നതാണെന്നതുകൊണ്ട് ഇത് പറഞ്ഞാലും കേട്ടാലും ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യ ശൃണോതി ശ്രുത്വാപ്യേനം ഉക്ത്വാപ്യേനം ദൃഷ്ട്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ചിദാനന്ദപുരസ്വാമി തോന്നിയാണം പറയുകയാണോ എന്ന് വിചാരിക്കരുത്, ഭാഷ്യയാണത്. ഭാഷ്യകാരൻ പറഞ്ഞതാ. ശ്രുത്വാപി ഉക്ത്വാപി ദൃഷ്ട്വാപി ന വേദ. കണ്ടാലും കേട്ടാലും അറിഞ്ഞാലും പറഞ്ഞാലും അറിയില്ല. ഞാൻ എത്ര കാലമായി ഇതൊക്കെ കേൾക്കണമെന്ന് അറിയോ സ്വാമിക്ക്? അപ്പം സ്വാമി എന്താ പറയണത്? ഞാനിത് എത്ര കാലമായി പറയണമെന്നറിയോ? രണ്ടാക്കും അറിയില്ല. അപ്പോഴാണ് ഒരാൾ എന്താ പറയേണ്ടത്, പരമായുസ്സിനപ്പുറത്തെത്തിയ ആൾ പറഞ്ഞു, ഞാനിത് എത്ര കാലമായി കണ്ടുകൊണ്ടിരിക്കണോ, എന്നാലും അറിയില്ല. എന്താണ് ലോക സ്വഭാവം? സൂക്ഷ്മത്വ ഹേതോ, സൂക്ഷ്മത്വം ഹേതുവായിട്ട് പുനഃ വീണ്ടും വീണ്ടും പര്യനുയുയുക്ഷാകാരണം, വീണ്ടും വീണ്ടും സംശയം ചോദിക്കുന്നതിന് കാരണം, സംശയം ചോദിക്കപ്പെടുന്നതിനുള്ള ഇച്ഛയാണ് പര്യനുയുയുക്ഷ. ഇതിൽ സന്നദ്ധ പ്രയോഗം വളരെ കൂടുതലായി വാക്യഭാഷ്യത്തിൽ. ചിലപ്പോൾ അന്ന് ഈ വാക്യഭാഷ എഴുതണം അന്ന് രാവിലെ ചിലപ്പോൾ ഇതായിരിക്കും ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് തലേ കിടക്കുന്നുണ്ടാവും. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക, എന്തൊരു കഠിന പ്രയോഗങ്ങളാണ് മുഴുവൻ. അപ്പോൾ
പര്യനുയൂക്ഷാകാരണം, വീണ്ടും വീണ്ടും സംശയം ചോദിക്കുന്നതിനുള്ള കാരണത്തെ പറയും. എന്തിനാണ് വീണ്ടും ചോദിക്കണമെന്ന് ചോദിച്ചാൽ പറയുന്നു, ന തത്ര ചക്ഷുർഗച്ഛതി, അവിടെ കണ്ണ് പോകുന്നില്ല. ന വാഗ്ഗച്ഛതി, വാക്ക് പോകുന്നില്ല. ഇപ്പം ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ശ്രോത്രസ്യ ശ്രോത്രം എന്ന് പറഞ്ഞാൽ അവിടെ ശ്രോത്രം പോകുന്നില്ല എന്ന് ഉറപ്പല്ലേ? നോക്കൂ, കണ്ണിൻ്റെ കണ്ണിലേക്ക് കണ്ണു പോവോ? ഇല്ല. അഗ്നി അനുപ്രവേശിച്ച് വിറക് ജ്വലിക്കുന്നു എന്ന് പറഞ്ഞു. വിറകിന് അഗ്നിയെ ജ്വലിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അഗ്നി വിറകിനെ ജ്വലിപ്പിക്കുന്നു, ശരി, അത് സമ്മതിച്ചു. അപ്പം അഗ്നിയുടെ അനുപ്രവേശം കൊണ്ടാണ് വിറക് ജ്വലിക്കുന്നത്. വിറകിന് എങ്ങനെ അഗ്നിയെ ജ്വലിപ്പിക്കാൻ പറ്റുക? സാധ്യമല്ല. അതുകൊണ്ട് ശ്രോത്രസ്യ ശ്രോത്രം എന്ന് പറഞ്ഞതിൽ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. എന്നാലും പ്രത്യേകം കൃപ കൊണ്ട് ഒന്ന് അടർത്തിയെടുത്ത് പറഞ്ഞു തരിക. ന തത്ര ചക്ഷുർഗച്ഛതി തത്ര ശ്രോത്രാദ്യാത്മഭൂതേ ചക്ഷുരാദീനി വാക്ചക്ഷുഷോ സർവേന്ദ്രിയോപലക്ഷണാർത്ഥത്വാത് ന വിജ്ഞാനമുത്പാദയന്തി. ഇവിടെ വാക്ക്, ചക്ഷുസ് തുടങ്ങിയവ, ശ്രോത്രാദ്യാത്മഭൂതേ ചക്ഷുരാദീനി, ശ്രോത്രം തുടങ്ങിയവയുടെ ആത്മഭൂതമായവയിൽ, ആത്മഭൂതമായതിൽ, ആയവിൽ എന്ന് പറയരുത്, ശ്രോത്രം ചക്ഷുസ് തുടങ്ങിയവയുടെ ആത്മഭൂതമായതിൽ, ആരാണോ അകത്തിരുന്ന് അവയെ പ്രവർത്തിപ്പിക്കുന്നത് അതിൽ, ചക്ഷുരാദീനി വാക്ചക്ഷുഷോ സർവേന്ദ്രിയ ഉപലക്ഷണാർത്ഥത്വാത്, വാക്ക്, ചക്ഷുസ് തുടങ്ങിയവ ഉപലക്ഷണാർത്ഥത്തിലാണ്. എന്താ ഉപലക്ഷണാർത്ഥം? എല്ലാ കരണങ്ങളെയും അർത്ഥമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ചക്ഷുസ് എന്നുള്ളതിലൂടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും, വാക്കെന്ന് പറഞ്ഞതിലൂടെ 5 കർമ്മേന്ദ്രിയങ്ങളെയും അർത്ഥമാക്കുന്നു. അവയൊന്നും ഈ ആത്മഭൂതമായതിൽ ന വിജ്ഞാനമുത്പാദയന്തി, അറിവിനെ ഉത്പാദിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ന തത്ര ചക്ഷുർഗച്ഛതി ന വാഗ്ഗച്ഛതി, അവിടെ പ്രവേശിക്കണില്ല എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അറിവ് നേടുന്നില്ല. അറിവ് നേടാനാണല്ലോ പരിശ്രമിച്ചേ. അപ്പോഴാണല്ലോ ഈ കയ്യിലുള്ള ഒരു കോപ്പും പോരാ എന്നവിടെ ബോധിക്കുകയാണ്. പലപ്പോഴും നമ്മൾ കണ്ണുകൊണ്ട് കാണാം, ചെവിയോണ്ട് കേൾക്കാം എന്നൊക്കെ വിചാരിക്കും. പോട്ടെ, അതൊക്കെ നിഷേധിച്ചു. വേദാന്തമൊക്കെ പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാർ ചിലപ്പോൾ അത് മനസ്സിലാക്കും, ഇത് കണ്ണുകൊണ്ട് വയ്യ, എന്നാലും എൻ്റെ ബുദ്ധി കൊണ്ട് വയ്ക്കുമല്ലോ എന്നാ, എൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാവുമല്ലോ എന്നുള്ളതാണ്. ന വിദ്മഹ, നമ്മളറിയില്ല, അല്ല ബുദ്ധിയും പ്രവർത്തിക്കില്ല. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തേക്ക് ആദ്യമായി മഹേന്ദ്രനാഥഗുപ്തൻ പോകുന്ന സന്ദർഭം വളരെ രസകരമാണ്. ഈ തത്വം മുഴുവൻ അതിലടങ്ങിയിട്ടുണ്ട്, ഇത് മുഴുവൻ. അപ്പോൾ ആരാ മഹേന്ദ്രനാഥഗുപ്തൻ? ആ കാലത്തെ ഇംഗ്ലീഷ് വിദ്യാലയത്തിൻ്റെ ഹെഡ് ടീച്ചറാണ്. ഇന്നത്തെ അല്ല, അന്നത്തെ. അന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഭാരതത്തിൽ ആരംഭിച്ചത് തന്നെ 1836-ലാണ്. 1836-ലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ബിലാത്തിൽ പോയി പുറത്തു പോയി പഠിച്ചവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയുള്ളൂ, അല്ലാത്തവർക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല. അങ്ങനെ പതുക്കെ പതുക്കെ ആയി വരുന്നേ ഉള്ളൂ. ആ കാലത്ത് ഇംഗ്ലീഷ് വിദ്യാലയത്തിൻ്റെ ഹെഡാവുക എന്ന് പറഞ്ഞാൽ ഒക്കെ സായിപ്പന്മാരൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ഒരു പൊസിഷനിലുള്ള ആളാണ് മഹേന്ദ്രനാഥഗുപ്തൻ. അപ്പോൾ ഇങ്ങനെ ഒരു പരമാവസരം ഉണ്ട് എന്ന് കേട്ടിട്ട് നാം ഒന്ന് കണ്ടളയാം എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. ചെന്നു, ഒരു കയറുകെട്ടിലിൻ്റെ മുകളിൽ പരമഹംസർ ഇരിക്കുന്നുണ്ട്, ചുറ്റും ധാരാളം ഗ്രാമീണരിയ്ക്കുന്നുണ്ട്. അവർ പലതും ചോദിക്കുന്നു, കഥകളിലൂടെ മറുപടി പറയണു.
അപ്പോൾ അത് ഔപചാരികതയൊന്നുമില്ല, വരുന്നവരോടൊക്കെ സംസാരിക്കും. നീ ആരാ, നീ എന്താ ഇപ്പോൾ വന്നു, ഞാൻ ഇങ്ങനെ എന്ന ആളാണ്. നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഉടനെ വളരെ സങ്കടം, എന്തൊരു നെഞ്ചു പൊട്ടിയതുപോലെ പരമഹംസർ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, ഹൃദയ് യവൻ കല്യാണം കഴിച്ചിട്ടുണ്ടത്രേ. അപ്പോൾ തന്നെ ഇദ്ദേഹം ഇത്ര വലിയ അപരാധമാണോ കല്യാണം കഴിക്കുന്നത് എന്നുള്ള മട്ടിലായിപ്പോയി. നമുക്ക് പറയാൻ വയ്യ എന്താ അപ്പം അങ്ങനെ ചോദിച്ചത്, അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് പിന്നെ പതിയെ മനസ്സിലാവും. അപ്പം നമുക്ക് മനസ്സിലാവില്ല. എന്തോ ഒരു വലിയൊരു മഹാപാതകം ചെയ്ത പോലെയാ നോക്കി പറഞ്ഞത്, വലിയ ദുഃഖം പോലെ. ഇവൻ ഹൃദയ ഇവൻ കല്യാണം കഴിച്ചിട്ടുണ്ട് അത്രേ. അത് അവൾ കൂടെ വന്നിട്ടുണ്ടോ? ഇല്ല, അവൾക്ക് അത്ര വിവരമില്ല. ഓ, നീ വലിയ വിവരമുള്ളവൻ. അവൾ ഗ്രാമീണയാണ്, പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം അങ്ങ് പറയുന്ന വലിയ വലിയ ആധ്യാത്മിക തത്വങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോഴാണ് പരമഹംസർ പറഞ്ഞത്, നീ വലിയ വിവരമുള്ളവൻ. ഇതാണ്. അവിടെ എമ്മിൻ്റെ മഹേന്ദ്രനാഥഗുപ്തൻ്റെ മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിൽ ശേഷിച്ച അഹങ്കാരം കൂടി ഒരുവിധമൊക്കെ തകർന്നു. മുഴുവൻ പോയിട്ടൊന്നുമില്ല, പിന്നെ മുഴുവൻ പിന്നെ പോകുന്നുണ്ട്. പിന്നത്തെ 2-3 സന്ദർഭങ്ങളിൽ അത് മുഴുവൻ അടിച്ചുടക്കുന്നുണ്ട്. അതുകൊണ്ടാണ്, അത് അടിച്ചുടക്കപ്പെട്ടത് കൊണ്ടാണ് നമുക്ക് ശ്രീരാമകൃഷ്ണ വചനാമൃതം കിട്ടിയത്. അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മളെന്താ വിചാരിക്കുക, ഗുരുനാഥൻ ഔപചാരികമായി ഉപദേശിക്കണതൊക്കെ ഒന്ന് കുറിച്ചെടുക്കാം, നോട്ട് എഴുതാമെന്നാണ് നമ്മൾ വിചാരിക്കുക. ഗുരുനാഥൻ അനൗപചാരികമായി പറയണതിലൊക്കെ സൂക്ഷ്മതത്വമുണ്ട് നമുക്കപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മുടെ ഗുരുക്കന്മാരുടെ 90% ഉപദേശങ്ങൾ നമുക്ക് നഷ്ടമായി പോയിട്ടുണ്ട്. 90 അല്ല, 99% നഷ്ടമായി പോയിട്ടുണ്ട്. ഇല്ല, എന്നാലോചിച്ച് നോക്കൂ. നമ്മുടെ ഗുരുക്കന്മാരുടെ ഗുരുപരമ്പരയുടെ 99% ഉപദേശങ്ങൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. കാരണം നമ്മൾ വിചാരിക്കണ ക്ലാസ് എടുക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ പറയണതാണ് തത്വമെന്ന്. അത് നമ്മൾ കുറിച്ചെടുക്കും, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കും, പറഞ്ഞു കൊടുക്കും. അതല്ല തത്വം. തമാശയായിട്ടും കളിയായിട്ടും അനൗപചാരികമായിട്ടും പറയുന്ന ഓരോന്നും കുറിച്ചെടുക്കാൻ തുടങ്ങി. പക്ഷേ ശനി ഞായറും ദിവസം മാത്രമേ മഹേന്ദ്രനാഥഗുപ്തന് പോകാൻ കഴിയൂ. 5 ദിവസവും പോയി. 2 ദിവസത്തെ പകലുള്ളതൊക്കെ കിട്ടി. അതാണ് എല്ലാ ഭാഷകളിലും അനുവാദം ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ശ്രീരാമകൃഷ്ണ വചനാമൃതം എന്നാണ്. ചിന്തിക്കുക. അപ്പോൾ സർവേന്ദ്രിയ ഉപലക്ഷണാർത്ഥത്വം, അത് ഈ വാക്ക് ചക്ഷുഹു എന്നൊക്കെ പറഞ്ഞത് സർവേന്ദ്രിയോപലക്ഷണമായതുകൊണ്ട് ശ്രോത്രാദ്യാത്മഭൂതേ ന വിജ്ഞാനമുത്പാദയന്തി. ശ്രോത്രാദ്യാത്മഭൂതമായിരിക്കുന്ന വസ്തുവിൽ, തത്വത്തിൽ, സ്വരൂപത്തിൽ ഇവ അറിവിനെ ഉണ്ടാക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അന്തഃകരണങ്ങളൊന്നും അവിടെ പ്രവർത്തിക്കില്ല എന്നായി. അപ്പം അങ്ങനെയാണെച്ചാൽ ഒരു സംശയം, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവർത്തിക്കില്ല, മനസ്സിലായി. എങ്കിൽ സുഖവത്തർഹി ഗൃഹ്യത അന്തഃകരണേന, സുഖം തുടങ്ങിയവയെപ്പോലെ മനസ്സുകൊണ്ട് മനസ്സിലായിക്കൂടെ? സുഖം അല്ലെങ്കിൽ ദുഃഖം ഇതെവിടെയാണ് മനസ്സിലാക്കണത്? മനസ്സുകൊണ്ടാണ്, ഇല്ലേ? അതെ. എന്തെങ്കിലും ഒരു സുഖാനുഭവം ഉണ്ടായി. എന്താ സുഖാനുഭവം? ഇന്നലെ ഉച്ചയ്ക്ക് പായസം കുടിച്ചു, അപ്പോൾ ഒരു സുഖം. നീ വിചാരിച്ചോളൂ, ആർക്കാണോ സുഖം ഉണ്ടായത് അവർക്ക്. എവിടെയാണ് സുഖം ഉണ്ടായത്? എവിടെയാണ് കുടിച്ചത്? വായ, നാവിൻ്റെ രസമുകുളങ്ങളുള്ള ഒരു 3/4 സെൻറ്റിമീറ്റർ ഇങ്ങനെ, അല്ലേ, ദീർഘവൃത്താകൃതിയിൽ. അത്രയേ ഉള്ളൂ. അതിനങ്ങോട്ട് രുചി അറിയില്ല. ഇത്രയും ഭാഗത്താണ് നമ്മൾ രുചി അറിഞ്ഞത്. പക്ഷെ സുഖം ഉണ്ടായത് എവിടെയാ? മനസ്സിൽ.
ഇവിടെ ഒരു സുഖമില്ല, ഇവിടെ എന്ത് സുഖം? മനസ്സിലാണ്. അതുപോലെ തന്നെ ദുഃഖം ഉണ്ടായി. മനസ്സിലാവും. അപ്പം അങ്ങനെ സുഖം ദുഃഖം തുടങ്ങിയവയെ നമ്മൾ അറിയുന്നുണ്ടല്ലോ. അത് ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടോ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടോ അല്ലല്ലോ, അല്ല, മനസ്സുകൊണ്ടാ. എന്നാൽ അതുപോലെ മനസ്സുകൊണ്ട് ഇതിനറിഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നോ മനഃ, മനസ്സുകൊണ്ട് അറിയില്ല. ന സുഖാദിവത് മനസ്സഹ വിഷയ തത്, സുഖാദിയെപ്പോലെ, സുഖാദി എന്ന് പറഞ്ഞാൽ സുഖ ദുഃഖാദിയെ പോലെ മനസ്സിൻ്റെ വിഷയമല്ല അത്. ഇന്ദ്രിയ വിഷയ, എന്തുകൊണ്ട് മനസ്സിൻ്റെ വിഷയമല്ല? ഇന്ദ്രിയ വിഷയത്വം. അത് ഇന്ദ്രിയങ്ങൾ പോണ വഴിക്കേ മനസ്സിന് പോകാൻ പറ്റുമോ? ഇന്ദ്രിയങ്ങൾ പോകുന്ന വഴിക്കേ മനസ്സിന് പോകാൻ പറ്റുമോ? അപ്പോൾ ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്ന അറിവുകളെ അല്ലെങ്കിൽ കേൾപ്പിച്ചു തരുന്ന അറിവുകളെ ചേർത്ത് വയ്ക്കാനൊക്കെ മനസ്സിന് കഴിയും. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ വളരെ വലിയ ചിറകുകളോടുകൂടിയ ഒരു പക്ഷിയെ കണ്ടു, ഉദാഹരണം കഴുകനെ കണ്ടു എന്ന് വിചാരിച്ചോളൂ. വലിയ ചിറകുകളോടുകൂടി കഴുകനെ കണ്ടു. വലിയ ഉടലോടുകൂടിയ ആനയെ കണ്ടു. അപ്പോൾ മനസ്സുകൊണ്ട് എന്ത് കാണാം? വലിയ ചിറകോടുകൂടി പറന്നു വരുന്ന ആനയെ കാണാം മനസ്സുകൊണ്ട്. അവിടെ വലിയ ചിറകോടുകൂടി പറന്നു വരുന്ന ആന ഇല്ലല്ലോ എന്നാരും പറഞ്ഞേക്കരുത്. അത് നല്ല നല്ല ഒന്നാന്തരം ദേവഗാന്ധാര രാഗത്തിൽ പാട്ടുപാടി പറന്നു വരാം. ആന പറന്നുകൊണ്ട് പാടിക്കൂടാ? അതേ സമയത്ത് നല്ല സുഗന്ധം പ്രസരിപ്പിച്ചു കൊണ്ടുവരാം. നല്ല ഊതിൻ്റെ അത്തറ് അല്ലേ? അതെ. അല്ലെങ്കിൽ നല്ല പാരിജാതത്തിൻ്റെ സുഗന്ധത്തോടു കൂടി വരാം. അപ്പോൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇവയൊക്കെ ചേർത്ത് ഉണ്ടെന്ന് ദ്യോതിപ്പിക്കാൻ മനസ്സിന് കഴിയും. പക്ഷേ ഇന്ദ്രിയ വിഷയങ്ങൾ അല്ലാത്തതിനെ മനസ്സിന് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലുമില്ല. അതാണ് പറഞ്ഞത് ഇന്ദ്രിയ അവിഷയത്വം. അത് മനസ്സഹ അവിഷയത്വം. ഇന്ദ്രിയങ്ങൾക്ക് അവിഷയമായതുകൊണ്ട് മനസ്സിനും അവിഷയമാണ്. ശരി, ഇത്രയും പറഞ്ഞു. അപ്പം നമ്മുടെ അടുത്തുള്ള എല്ലാ കോപ്പും കഴിഞ്ഞു ഇല്ലേ? അപ്പോഴാണ് പറഞ്ഞത് ന വിദ്മോ ന വിജാനി മഹാന്തക്കരണേന. വായിച്ചില്ലേ? അത് വായിച്ചു. ന വിദ്മഹ വായിച്ചില്ലേ? വായിച്ചു. അപ്പം അറിയുന്നില്ല. ന വിജാനീമഹ, അറിയുന്നില്ല, നാം അറിയുന്നില്ല. എന്ത്? അന്തക്കരണേന, നമ്മളെ ബുദ്ധി കൊണ്ട് അറിയുന്നില്ല. യഥായേതത് ബ്രഹ്മമനാദികരണ ജാതം അനുശിഷ്യാത്, മനസ്സ് തുടങ്ങിയ കരണങ്ങൾക്കും കരണമായി പ്രവർത്തിക്കുന്ന, മനസ്സ് തുടങ്ങിയ കരണങ്ങൾക്കും കരണമായി പ്രവർത്തിക്കുന്ന ഇതിനെ എങ്ങനെയാ ഉപദേശിക്കേണ്ടത് എന്ന് നമുക്ക് അറിയില്ല.